സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും. അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എനിക്കും ഈ മാർഗത്തിൽ വരുവാനിടയായത്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന ഈ മാർഗത്തിൽ വന്നത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതാ. പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ 3 ആൺകുട്ടികളായിരുന്നു, ഒരു മാംസകഷണം ഉണ്ടായിരുന്നെന്ന. അത് 4ാമത്തെ കുട്ടി ആയിരിക്കാം, പക്ഷെ അത് മാംസകഷണമായിട്ട്. അപ്പോൾ വിവരിക്കുന്നില്ല. പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അമ്മയെ കൊണ്ടുപോയി. അപ്പം അന്നത്തെ ചികിത്സാ സമ്പ്രദായമല്ലേ, ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞു, 1ൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നുകിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, ഇല്ലേ തള്ളയെ രക്ഷപ്പെടുത്താം, എന്തോ വേണം. അപ്പം എൻ്റെ വല്യമ്മച്ചി, അമ്മയുടെ അമ്മ പറഞ്ഞു, മോളെ രക്ഷപ്പെടുത്തണം, കാരണം ഒറ്റ മോളേ ഉള്ളൂ, മോളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അവർ ആ കാര്യങ്ങൾ ചെയ്തു. ഏതാണ്ട് രാത്രിയിലെ 9:45 ഒരു കുട്ടിയെ പ്രസവിച്ചു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മറ്റു കുട്ടികളെ പ്രസവിച്ചു. കുട്ടികൾ മരിച്ചെന്ന് ഉറപ്പിച്ചു. അതുങ്ങളെ മാറ്റിയിട്ടേച്ച് പിന്നെ അമ്മയ്ക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം അവർ ചെയ്തു. അപ്പോൾ ഏതാണ്ട് വെളുക്കാറായപ്പോൾ കുട്ടികളെ അന്നേരം മറവ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞ് 3ാമത്തെ കൊച്ചിനെ പൊതിയാൻ നേരത്ത് കാലെങ്ങാണ്ട് ചലിച്ചതുപോലെ നേഴ്സിന് തോന്നി. അവർ ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞ് അതിൽ 1 അനക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഇല്ല, അത് കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അന്നത്തെ കാലമാണ്. അവർ വീണ്ടും വന്നെടുത്തപ്പം ഇത് പിന്നെ അനങ്ങുന്നു നന്നായിട്ട്. അപ്പോൾ അവരോട് ചെന്ന് ഡോക്ടർ പറഞ്ഞത് കൊച്ച് നന്നായിട്ട് അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഓടി വന്ന് നോക്കിയപ്പം ജീവനുണ്ട്. അങ്ങനെ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷകളെല്ലാം കൊടുത്ത് മറ്റു 2 കൊച്ചുങ്ങളെയും ആ മാംസകഷണവും കൊണ്ട് സംസ്കരിച്ചു. 3ാമത്തെ കൊച്ച് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പണ്ട് ഞാനൊരു സാക്ഷി പറഞ്ഞപ്പോൾ ഒരു വല്യമ്മ ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊച്ചിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കൊച്ചല്ല. സ്തോത്രം. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ. ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ദുരിതമോടെ കണ്ടു വീണ്ടൻ അരുമനാഥനെ. അൻപിതോ യേശുനായക, അൻപിതോ ഏഴക്കായി ജീവനെ. അൻപിതോ യേശുനായക, അൻപിതോ ഏഴക്കായി ജീവനെ. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കരുണ ചെയ്തു. സാക്ഷി വന്ന് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം കണക്കിലെടുത്ത് നിൽക്കുന്നത്. ഞങ്ങളെ ഹൈന്ദവ വിശ്വാസികളായതുകൊണ്ട് അന്നത്തെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അനുസരിച്ച്, അന്നത്തെ സാഹചര്യം അനുസരിച്ച് ആ നിലയിലാണ് ഞാൻ വളർന്നതും എന്നെ വളർത്തിയതും വളർന്നു വന്നതും. ഈ ചോറ് കൂട്ടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം എനിക്ക് എന്നെ ചോറ് കൂട്ടിച്ചത് ഇവിടെ തിരുവമ്മണ്ടൂർ ക്ഷേത്രത്തിലാണ്. 6 മാസം അമ്മച്ചി പറഞ്ഞുള്ള അറിവാണ്. അവിടെ കൊണ്ടുപോയി ചോറ് കൂട്ടിച്ചു. പിന്നെ എഴുത്തിനിരുത്തിയത് എല്ലാം അതിൻ്റെ ആചാരം അനുസരിച്ച അന്നത്തെ സാഹചര്യത്തിൽ. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും. ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് നാമം ജപിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തും. അപ്പം എൻ്റെ
വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. അതാ ഞങ്ങളുടെ വല്യപ്പൻ. എൻ്റെ അപ്പൻ്റെ അപ്പനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഈ അപ്പച്ചനെയാണ് ഞങ്ങളുടെ എല്ലാം കുടുംബത്തിലെ വല്യപ്പച്ചൻ. കണ്ടത്തിൽ ഗോപാലൻ എന്ന് പറയും. ഞങ്ങൾ രണ്ടും ആ വെളുപ്പിനെ ക്ഷേത്രത്തിൽ പോകുന്നത്. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടും കുളിച്ച് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും. അത് രാവിലെയും പോകും, വൈകിട്ടും പോകും. അപ്പം ഞാൻ സൂചിപ്പിച്ചത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും, പ്രാർത്ഥിക്കും. ഒറ്റ ദിവസം പോലും മുടക്കുകയില്ല. അങ്ങനെ വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. എല്ലാ ദിവസവും നാമം ജപിക്കും. രാവിലെ നാമം ജപിക്കും, വൈകിട്ടും നാമം ജപിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി തിട്ടമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു ഒച്ചമ്മ മരിച്ചപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് 1-2 പേര് ചൊല്ലിയപ്പോൾ തെറ്റി. എന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനാന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന ഭാഗം അവർ തെറ്റിച്ചത്, അതുകൊണ്ടൊത്തു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എല്ലാ ദിവസവും വിവരിക്കുന്നില്ല അധികം. ഇങ്ങനെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക. രാവിലെ ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ചെയ്ത് സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുമ്പോൾ കടത്ത് കയറി, കുട്ടനാട്ട് കാവാലത്താ വീട്, കടത്ത് കയറി അക്കരെ ഇറങ്ങിയാൽ നടന്നാന്നല്ലോ പോകുന്നത്. അടുത്ത് ഒരു 5 ക്ഷേത്രമുണ്ട്. പള്ളിയറക്കാവ് ക്ഷേത്രം, അതിനോട് ചേർന്നൊരു 3-4 ക്ഷേത്രം കൂടെ. അവിടെ എല്ലാം കയറി തൊഴുതതിന് ശേഷമേ സ്കൂളിൽ പോകും. ഞാൻ ഓർപ്പിച്ചത് അത്രയ്ക്ക് ഭക്തിയോടാണ് ജീവിച്ചു വന്നത്. അപ്പോൾ എൻ്റെ നെറ്റിയിലെ കളഭക്കുറികൾ ഒരു 5-6 എണ്ണം കാണും. ഭസ്മക്കുറി കാണും, കളഭം കാണും, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അത് കാണും, മഞ്ഞപ്രസാദം കാണും. അത് ഞങ്ങളുടെ നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ പറയും. അതുകൊണ്ട് ഈ പിള്ളേരൊക്കെ കളിയാക്കി എന്നെ അന്ന് വിളിച്ചത്, ഒന്നേ പട്ടര് വരുന്നില്ലേ, പോറ്റി വരുന്നു, തിരുമേനി എന്നൊക്കെയാണ് വിളിക്കുന്നത്. തിരുമേനിയായിട്ടോ പട്ടനായിട്ടൊന്നുമല്ല, പട്ടനല്ല വട്ടനാ. എന്നാലും പിള്ളേരങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എതിർച്ചയാണ്. ഒരിക്കൽ അടുത്തൊരു നായർ തറവാടുണ്ട്, അവിടെ വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ആ മാന്യ മാതാവ് രാമായണം വായിക്കുക. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ വെള്ളം മേടിച്ച്, അപ്പോൾ ഞാണ്ട വെള്ളം എടുത്തോളാൻ പറഞ്ഞു. എടുത്തുവെച്ച് ഞാൻ പോയില്ല, ഞാൻ ചെന്നോട് ഇവിടെ കേട്ട് നിന്ന്. അപ്പോൾ ആ മാന്യ മാതാവ് ചോദിച്ചു, എന്താ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇത് കേട്ടോണ്ട് നിന്നനാ. ഇഷ്ടമാണെന്നോ? ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഇവരെ രാമായണം വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ചൊല്ലും. അങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 1 മണിക്കൂർ കിട്ടുമ്പം ചോറ് പെട്ടെന്ന് കഴിച്ചേച്ച് അവിടെ പോയിരുന്നു. അവരുടെ പേര് കാഞ്ചന എന്ന. അവിടെ പോയിരുന്ന് ഇത് ചൊല്ലും. ആ മാന്യ അറിവുള്ള അമ്മയാണ്, ചൊല്ലി കേൾപ്പിക്കും. ഞാനും ചൊല്ലും. അങ്ങനെ അതും ചില ഭാഗമൊക്കെ കേൾക്കാനും ചൊല്ലാനും ശീലിപ്പാനും ഇടയായി. ഞങ്ങളുടെ നാട്ടിലെ വീടിന് അടുത്തൊക്കെ പ്രായമുള്ളവരും അല്ലാത്തവരുമൊക്കെ കടന്നു പോകുന്ന സമയത്ത് അടിയന്തരങ്ങൾ നടക്കുമല്ലോ. അപ്പം ആ ചടങ്ങ് തീരുന്നത് വരെ നാമം ജപിക്കും എല്ലാവരോടും ഒന്നിച്ച്. അപ്പം ചെറുപ്പത്തിൽ എല്ലാ വീടുകളിലും പോയിരുന്ന് നാമം ജപിക്കും. അപ്പം അത് അവർക്കും ഇഷ്ടമാണ്, എനിക്ക് വളരെ സന്തോഷമാണ്. ക്ഷേത്രത്തിലും ഈ വൃശ്ചികവ്രതത്തിൻ്റെ സമയത്ത് 41 ദിവസവും വൃശ്ചികവ്രതമാണ്. അപ്പം ക്ഷേത്ര ദീപാരാധന കഴിഞ്ഞ് നാമം ജപിക്കും. അന്നേരം ഞാൻ 41 ദിവസവും അവിടെ കാണും. പ്രായമുള്ള അമ്മമാരുണ്ട്. അമ്മമാരുടെ കൂടെ ആൺപിള്ളേരായിട്ട് ഞാനാണ് കയറിയിരിക്കുന്നത്. അധികം പിള്ളേരൊന്നും കാണുകയല്ല. ഒരു 16-ലെ ഗൗരിയമ്മയുണ്ടായിരുന്നു, കുറുപ്പശ്ശേരിയിലെ പെണ്ണമ്മ, പനിച്ചിക്കളത്തിലെ ഭവാനിയമ്മ, പറവച്ചേരി ഭവാനിയമ്മ, ഇതെല്ലാം അമ്മമാരാണ്. ഇവരുടെ കൂടെ ഞാനും കയറിയിരിക്കും. അവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്കും ഈ അമ്മമാരെ ഇഷ്ടമാണ്. അതിൽ എൻ്റെ വല്യമ്മച്ചിയുടെ കൂട്ടുകാരികളുമാണ് 1-2 എണ്ണം. കുറുപ്പശ്ശേരി പെണ്ണമ്മയും പറവച്ചേരി ഭവാനിയമ്മയും അവരെല്ലാം അമ്മമാരെല്ലാം കടന്നുപോയി. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഈ വൃശ്ചികവ്രതത്തെ സമയത്ത് നാമം ജപിക്കും. അപ്പം ഞാനിത് സൂചിപ്പിച്ചത് അങ്ങനെ വളരെ ഭക്തിയോടെ എന്നാ ലാഭം ഞാൻ ജീവിച്ചു വന്നത്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സുഖമില്ലാതെ പ്രയാസപ്പെട്ടു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്തു, പ്രവർത്തിച്ചു. വേണ്ടതുപോലെ സൗഖ്യം ലഭിച്ചില്ല. രാവിലെ വൈകിട്ടുമെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ട വിധത്തിലൊരു ആശ്വാസം, സമാധാനമില്ല.
ഈ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിന് വിധേയപ്പെട്ടു. എങ്കിലും വേണ്ട വിധത്തിൽ സൗഖ്യം ലഭിക്കുന്നില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്. ചികിത്സകളുണ്ട്, അന്നത്തെ വിശ്വാസമനുസരിച്ചും കാര്യങ്ങളൊക്കെ പോകുന്നു. എങ്കിലും എനിക്ക് ആശ്വാസമോ സമാധാനമോ വിടുതലോ ലഭിക്കുന്നില്ല. എന്തിനേറെ, ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ്, അന്ന് ദീപാരാധനയുണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അന്ന് നാമം ജപിക്കാം. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ നാമം ജപിക്കുന്നില്ല, എനിക്ക് വയ്യ, വീട്ടിലോട്ട് പോരുക. അപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്തോ പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വയ്യ. വീട്ടിലോട്ട് പോരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. അപ്പം ഞാൻ സാധാരണ അമ്പലത്തിൽ പോകുമ്പം ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഞാൻ ഷർട്ട് ഇടുകയില്ല, മുണ്ടുടുക്കും. ഇതുപോലൊരു രണ്ടാം മുണ്ട് ചിലപ്പോൾ കാണും. അങ്ങനെ പോയിട്ട് വീട്ടോട്ട് വരുന്നത്. അപ്പം എൻ്റെ കൈ പ്രസാദമുണ്ട്, കളപ്പക്കുറികളും എല്ലാം ഉണ്ട്. നാമം ജപിക്കാനൊന്നും നിന്നില്ല. ഞാൻ വീട്ടിലോട്ട് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. അപ്പം ഞാൻ ദൂരെ ഒരു മരത്തിന് മറഞ്ഞു നിന്ന് ഇവരുടെ ഈ പാട്ടും പ്രാർത്ഥനയെല്ലാം ശ്രദ്ധിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് ബഹളം തന്നെ ബഹളമാണ്. ഞങ്ങളുടെ അമ്മയുടെ ഭാഷ പറഞ്ഞ അങ്ങ് അലപ്പറയാ. എന്നാന്നൊന്നും പിടികിട്ടുന്നില്ല. എന്നാലും മരത്തിന് ഒരു പൂവരശൻ, ചരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവരശന് മറഞ്ഞു നിന്ന് ഇതിങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുക. അപ്പം പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി, ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും. എൻ്റെ ഹൃദയത്തിലെ ചിന്തയാണ്. എങ്കിലും അങ്ങോട്ട് പോകാൻ മടിച്ചു. പോകാൻ മടിച്ചത് പല കാര്യമാണ്. ഒന്ന്, കളപ്പക്കുറിയൊക്കെ ഉണ്ട്, കൈ പ്രസാദമുണ്ട്, അന്ന് മലയ്ക്ക് പോകുന്ന സമയം മാല ഇട്ടിട്ടുണ്ട്. പോകാൻ മടിച്ച കാര്യങ്ങളാണ്. 2, ഇവരുടെ കൂടെ പോയി പ്രാർത്ഥിക്കുന്നത് നാണക്കേടാണ്. 3, എൻ്റെ അപ്പന് കല്ല് ഷാപ്പിലെ ജോലിയാണ്. CITU തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാണ്. അപ്പം അദ്ദേഹം വരുന്ന സമയത്ത് വീട്ടിലും കാണണം. ഇങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. തന്നെയല്ല, പല പ്രയാസങ്ങളാണ്. എങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹം, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടുമായിരിക്കും. അറച്ചും മടിച്ചുമൊക്കെയാണ് നിന്നെങ്കിലും ഈ അസുഖത്തിൻ്റെ കാഠിന്യവും മനസ്സിൻ്റെ പ്രയാസമൊക്കെ നിമിത്തം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആ യോഗ സ്ഥലത്തിൻ്റെ ഒരു പയ്യൻ ഇതിലേക്കൂടെ വന്നപ്പോൾ ഞാൻ പയ്യനെ വിളിച്ചു പറഞ്ഞു, മോനെ ആ ഉപദേശിയോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അന്ന് ആ വീടിൻ്റെ മുറ്റത്ത് യോഗം നടത്തുന്നതിൽ പ്രധാനപ്പെട്ടയാൾ ഒരു പ്രവാചകനുണ്ടായിരുന്നു, കരിമാടി തങ്കച്ചൻ, അല്ലെ തകഴി തങ്കച്ചായൻ. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. തകഴി തങ്കച്ചായൻ ആരും കേട്ടിട്ടില്ലേ? പ്രവാചകന്. അദ്ദേഹം വന്ന് യോഗം നടത്തുക. ഒരു ബാബു പാസ്റ്റർ, കണ്ണിനല്പം പ്രയാസമുള്ള ഒരു കർത്തൃദാസൻ, ഇവരെല്ലാം കൂടെ യോഗം നടത്തുന്നത്. നമ്മുടെ കരുവാറ്റ ജോൺസൺ പാസ്റ്റർ. അപ്പം ഞാൻ ഈ പയ്യനോട് പറഞ്ഞ് ഉപദേശിയോട് പറയണമെന്ന് പ്രാർത്ഥിക്കാൻ. അവൻ എന്തോ കാര്യത്തിന് പോയി അവൻ വീണ്ടും പുറകോട്ട് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന്. ഉപദേശിമാരല്ലേ വിടുവോ? അന്നേരം അതിലൊരു ഉപദേശം എഴുന്നേറ്റ് പറഞ്ഞു, ആരാ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച് മുന്നോട്ട് വരാൻ പറഞ്ഞു. വീട്ടിനകത്തായി അല്പം അറച്ചും മടിച്ചു വന്നേലും മുമ്പോട്ട് നടന്നിരുന്നു. അവിടെയുള്ള ആ ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ കർത്താവിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ആ രാത്രി യേശു സൗഖ്യമാക്കി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മനസ്സിലായി ആശ്വാസവും സമാധാനവും. അതൊന്നും പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, അനുഭവിച്ചെങ്കിലേ ഒക്കൂ. ഭയങ്കര മനോസുഖവും. അപ്പം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ആശ്വാസമായല്ലോ. ഞാൻ ഇവരോടൊന്നും മിണ്ടിയില്ല. ഉടനെ ഞാനങ്ങ് പോയി. അപ്പം എൻ്റെ ഹൃദയത്തൊരു ചിന്ത, നല്ല ആശ്വാസം. എന്നാൽ എന്നും രാത്രി ഒന്ന് പ്രാർത്ഥനയ്ക്ക് ചെല്ലാം. പകൽ പോയാൽ നാണക്കേടല്ലേ? നിക്കോദോമസ് പോയതുപോലെ രാത്രി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1-2 രാത്രികളിലൊക്കെ ഇങ്ങനെ ആരും അറിയാതെ പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല ആശ്വാസവും സമാധാനം. ഇത് കഴിയുമ്പോൾ പിന്നെ അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ടൊരു തീരുമാനമെടുത്തു. ഇനിയും വിടുതൽ കിട്ടിയാലും വിടുതൽ കിട്ടിയില്ലെങ്കിലും, സമാധാനം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് തന്നെ പോകുവാന്ന്.
അങ്ങനെ തീരുമാനിച്ചപ്പോൾ പൂർണ്ണ വിടുതലും കിട്ടി. യേശു സൗഖ്യമാക്കി. ഒരു രാത്രി 11:45 കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നിർത്തി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് വരെ നിൽക്കുവാൻ ദൈവം കരുണ ചെയ്തു. ഒരിക്കൽ കൂടിയും നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം അപേക്ഷിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സാക്ഷ്യത്തോട് ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുന്നത്, ഏത് പ്രശ്നങ്ങളാണെങ്കിലും യേശു പരിഹരിച്ചു തരും. അത് മാറാരോഗമാകട്ടെ, തീരാവ്യാധികളാകട്ടെ, മനപ്പീഡകളാകട്ടെ, മനോദുഃഖമാകട്ടെ, മനോരോഗമാകട്ടെ, സകല വിഷയങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവനായ യേശു. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, യേശുവിനൊന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട. സ്തോത്രം. ഒന്നും യേശുവിന് വേണ്ട, യേശുവിന് നിന്നെ മതി. സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവ് ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, യേശുവേ എന്നെ രക്ഷിക്കണം. സൂക്ഷം നിന്നെ രക്ഷിക്കും. സ്തോത്രം. ജീവിതം സമർപ്പിക്ക്, രക്ഷപ്പെടും. അതെ, ഇങ്ങനെ ഈ മാർഗത്ത് വരുവാൻ ദൈവം കൃപ നൽകി.